നമ്മുടെ ജീവിത പശ്ചാത്തലത്തിൽ ഇറങ്ങുന്ന സിനിമകൾ, ചലച്ചിത്രങ്ങൾ, ഞങ്ങൾ ചലച്ചിത്രങ്ങൾക്കെതിരല്ല, കലാസൃഷ്ടിക്കുന്നതിരല്ല. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് പുറത്തിറങ്ങുന്ന ചലച്ചിത്രങ്ങൾ സമൂഹത്തെ പരിപോഷിപ്പിക്കേണ്ട, നന്മയുടെ സന്ദേശങ്ങൾ നൽകേണ്ട, ബൗദ്ധിക നിലവാരത്തെ കുറച്ചെങ്കിലും സ്വാധീനിക്കേണ്ട കലാസൃഷ്ടികൾ വയലൻസിനെ ആഘോഷമാക്കി മാറ്റുവാൻ പ്രേരിപ്പിക്കുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കഥ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് വയലൻസിനെ ആഘോഷിക്കുവാൻ നമ്മുടെ യുവതയുടെ ഹൃദയത്തിൽ ഗൈഡൻസ് കൊടുക്കുന്ന കാര്യം നമ്മൾ കാണുകയാണ്. വയലൻസ് അങ്ങനെ ആഘോഷിക്കപ്പെടേണ്ട ഒരു സംഭവമാണോ? മനുഷ്യന്റെ ജീവിതത്തിന് നേരെയുള്ള വൈകാരികവും ആത്മീകവും മാനസികവുമായിട്ടുള്ള ജീവിതത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് ശരിക്കും വയലൻസ് ആയിട്ട് മാറുന്നത്. അതിക്രമം അത് ആഘോഷിക്കപ്പെടുകയാണ്. പുകവലിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന, ആളെ കൊല്ലുന്ന നായകൻ, നായിക, അത് ആഘോഷിക്കപ്പെടുകയാണ്. രൂപഭാവങ്ങൾ വ്യത്യസ്തമായി ആഘോഷിക്കപ്പെടുകയാണ് സിനിമകളിൽ. അപ്പൊ ഒരു പരിധിവരെ സിനിമയൊന്നും നമ്മുടെ യഥാർത്ഥ ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. സ്വാധീനിക്കുന്നുണ്ട്. അത്തരം സ്വാധീനിക്കുന്നത് കൊണ്ടാണ് അത്തരം സിനിമകളിൽ കാണിക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ, അതിന്റെ മാർഗങ്ങൾ ആളുകളെ കൊല്ലുവാനായിട്ട് പലരും തിരഞ്ഞെടുക്കുന്നത്. അതിന്റെ കാരണമല്ലേ? സിനിമകൾ സ്വാധീനിക്കുന്നുണ്ട്, കലകൾ സ്വാധീനിക്കുന്നുണ്ട്. മനുഷ്യന്റെ മനസാക്ഷിയെയും മനുഷ്യന്റെ ഭൗതികതയും ഒക്കെ ഒരു പരിധിവരെ പ്രചോദിപ്പിക്കേണ്ട, നന്മയിലേക്ക് നടത്തേണ്ട, അങ്ങനെ ഒരു സന്ദേശം നൽകേണ്ട, വയലൻസ് തെറ്റാണെന്നും അതിക്രമം തെറ്റാണെന്നും പറയേണ്ട ചലച്ചിത്രങ്ങൾ, കോടിക്കണക്കിന് ആളുകൾ കാണുന്ന, ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന സിനിമകൾ ആ നിലയിൽ ഒരു സന്ദേശം കൈമാറുമ്പോൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഭാവം ആഘോഷമായി മാറുകയാണ്. ആളുകളെ കൊല്ലുന്നത് ആഘോഷമായി മാറുകയാണ്. അത് കാണിക്കുന്നത് ആഘോഷമായി മാറുകയാണ്. ജീവൻ എടുക്കുന്നത് ആഘോഷമായി മാറുകയാണ്. അത്തരം ചലച്ചിത്രങ്ങൾക്കെതിരെയും നമുക്ക് ശബ്ദിക്കേണ്ടതായിട്ടുണ്ട്.